ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. നമസ്കാരം. നമസ്കാരം. പേര് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ അവിടെ നിർത്തിയിട്ടാണ് തുടങ്ങിയത്. കാരണം നമ്മുടെ മണ്ഡലത്തിലെ കൂത്തുപറമ്പ് മണ്ഡലമാണ്. നമ്മുടെ മണ്ഡലത്തിലല്ലാത്ത ഒരാളാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പേരിൽ അവിടെ നിർത്തി. ജയന്തി രാജൻ എന്ന് പറയുമ്പോൾ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെ എമ്പാടും അറിയപ്പെടുന്ന ഒരാളാണ്. പിന്നെ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രവേശനം? 20 വർഷമായി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തന വഴികളിലുണ്ട്. ഞാൻ തുടക്കം കാരിത്താസ് ഇന്ത്യയുടെ മലങ്കര കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള ഒരു സംഘടന, സ്ത്രീകളുടെ ശാക്തീകരണമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എംപവർമെന്റ് ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചത്. രാഷ്ട്രീയ രംഗത്ത് 20 വർഷമായി. മുസ്ലിം ലീഗാണ് ആദ്യമായി. അതെ അതെ അതെ. ഫാമിലി എല്ലാം കോൺഗ്രസ് ആണ്. എൻ്റെ ഫാമിലിയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും കോൺഗ്രസിൻ്റെ പ്രവർത്തകരല്ല, നേതാക്കൾ തന്നെയാണ്. അല്ല, ഹസ്ബൻഡിൻ്റെ ഫാദറാണ് ആദ്യമായി സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അവരുടെ പ്രവർത്തന വഴികളിലുണ്ടായിരുന്നു, പക്ഷെ മെമ്പർഷിപ്പൊന്നും ഇല്ലായിരുന്നു. ഈ സംഘടനാ പ്രവർത്തനം പറഞ്ഞില്ലേ, അതുമായി ഒന്നിച്ച് അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു വഴിയിലേക്ക് വരുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി പദവിയാണ്. തീർച്ചയായിട്ടും എനിക്ക് തുടക്കം മുതലേ ഞാൻ പാർട്ടിയോടും അങ്ങനെ തന്നെയാണ്. ഞാൻ പാർട്ടിക്കൊപ്പം നിന്നിട്ടുള്ളത് 100% ആത്മാർത്ഥതയോടുകൂടെ. അതെ അതെ, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അതേ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ആയതുകൊണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് പാർട്ടി. തുടക്കം മുതൽ എൻ്റെ താഴെത്തട്ടിൽ നിന്നാണെങ്കിലും അവിടെ നിന്നുള്ള അംഗീകാരം അതുകൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. വയനാട് സ്വദേശിയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പേര് എന്ന് പറഞ്ഞ് നിർത്തിയത് തന്നെ ഈ ജയന്തി രാജൻ മറ്റൊരു ജില്ലയിലെ ആളാണ്. നമ്മൾ അവിടെ നിന്നോട്ടേക്ക് മണ്ഡലത്തിലേക്ക് ഇറക്കിയതാണ്. ആരാണ് മറ്റുള്ളൊരു ചർച്ച മുന്നേ പ്രതിയോഗികളായി തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഈ ജയന്തി രാജൻ ആരാണെന്ന് ആരോട് കുട്ടിയോട് ചോദിച്ചാൽ തന്നെ മണ്ഡലത്തിലെ പര്യടനത്തിൽ ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. മണ്ഡലത്തിൽ വന്നൊരാൾ എന്നുള്ള നിലയിൽ ഇത് പുതിയൊരു അനുഭവമല്ല. കൂത്തുപറമ്പിന്റെ ചരിത്രത്തിൽ ഒരുപാട് പേര് ഇവിടെ വന്ന് മത്സരിച്ച് ഇവിടുത്തെ MLA-മാരായി, MP-മാരായി. ഇപ്പോൾ ഷാഫി ഈ MP കൂത്തുപറമ്പുകാരനല്ല, പക്ഷേ അദ്ദേഹം ഇവിടെ നല്ല വികസന കാഴ്ചപ്പാടുകളോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ വയനാട് ഇവിടെയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ രാഷ്ട്രീയ ആശയങ്ങളിൽ അതിൻ്റെ പ്രവർത്തന രീതികളിൽ ചെറിയ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. പൊതുപ്രവർത്തനം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണല്ലോ. ഈ 20 വർഷത്തെ ഈ പ്രവർത്തന പരിചയം കൂത്തുപറമ്പിന് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ പൊതുപ്രവർത്തന, സാമൂഹ്യ, രാഷ്ട്രീയ, ജീവകാരുണ്യ മേഖലകളിൽ എല്ലായിടത്തും സജീവമാണ്. കൂത്തുപറമ്പിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വികസനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഈ 14 ദിവസമായി ഞാൻ ഈ ഗ്രാമങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ആളുകളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവരുടെ മനസ്സുകൾക്കുള്ളിൽ അവരുടെ ആശയങ്ങൾക്ക്, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം കേൾക്കുകയാണ് ഞാൻ. ഒപ്പം ഈ ഒരു നിരത്തുകളിലൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ വഴികളിലൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഇവിടെ ആരംഭിച്ച പദ്ധതികൾ, അതൊക്കെ തന്നെ പാതിവഴിയിൽ നിന്ന് പോയിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ ലോക നിലവാരത്തിലാണ് ആരോഗ്യരംഗം എന്ന് പറയുമ്പോഴും ആ ആരോഗ്യരംഗത്തെ കൂത്തുപറമ്പിൻ്റെ ശോചനീയാവസ്ഥ, അടുത്ത മണ്ഡലം കടന്നു പോയിട്ട് ചികിത്സ തേടേണ്ട സാഹചര്യങ്ങൾ, പാനൂര് പോലെ സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു നല്ല ഹോസ്പിറ്റൽ സംവിധാനമില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് പോരായ്മകളുണ്ട്. പിന്നെ ആരംഭിച്ച പല പദ്ധതികളും അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ അല്ലെങ്കിൽ അതുണ്ടാക്കിയ സാങ്കേതിക പ്രശ്നങ്ങളിൽ അതിനകത്ത് വന്നിട്ടുള്ള പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആര് തുടങ്ങി വെച്ചതാണെങ്കിലും കൂത്തുപറമ്പിൻ്റെ വികസനമാണല്ലോ. അപ്പം കഴിഞ്ഞ തവണ മണ്ഡലം LDF-ൻ്റെതാണ്. അതിന് മുന്നേ 2 തവണയും ഇപ്പോൾ LDF-നാണ്. കഴിഞ്ഞ തവണ ഉള്ള സ്ഥാനാർത്ഥി MLA വരുന്നത് KP മോഹനാണ്. അതിന് മുന്നേ KP മോഹനൻ പരാജയപ്പെട്ട് UDF-ൻ്റെ ഭാഗമായിരുന്നു, പിന്നെ LDF-ൻ്റെ ഭാഗമായി. ഇപ്പോൾ ഇനി LDF-ൻ്റെ ഭാഗമായി മത്സരിക്കുന്നത് KP മോഹൻ്റെ തന്നെ ബന്ധുവായ പ്രവീണാണ്. എങ്ങനെ കാണുന്നു? അതവരുടെ പാർട്ടിയുടെ കാര്യമല്ലേ, അത് ഞാൻ പറയേണ്ട കാര്യമല്ലല്ലോ. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരുടേതായ നിലപാടുകളുണ്ടാവും, ആശയങ്ങളുണ്ടാവും, ആദർശങ്ങളുണ്ടാവും. അവരുടെ ഡിസിഷൻ അവർ ആണ് എടുക്കേണ്ടത്. അതവർ പാർട്ടി എടുത്ത ഡിസിഷനാണല്ലോ ആരെ മത്സരിക്കണം എന്നുള്ളത്.
അത് ഫാമിലിയിൽ നിന്നാണോ അല്ലെങ്കിൽ പുറത്തു നിന്നാണോ എന്നുള്ളത് അത് പാർട്ടിയുടെ ഡിസിഷനാണ്. പിന്നെ ഒരു പാർട്ടി സംവിധാനത്തിൽ അവർ ഫാമിലിയിൽ നിന്ന് എടുത്തു എന്നുള്ളത് ഒരു കുടുംബ രാഷ്ട്രീയം എന്നുള്ള നിലയിലേക്ക് ഇവിടുത്തെ ആളുകൾക്ക് കാണാം. MLA എന്ന നിലയിൽ കഴിഞ്ഞ തവണത്തെ KP മോഹനന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഫീൽഡിലൂടെ പോകുമ്പോൾ എനിക്ക് വലിയ പരാജയമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് മേഖലകളിൽ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുപ്രവർത്തന മേഖലകളിൽ സജീവമായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, മുസ്ലിം ലീഗിൻ്റെ നാഷണൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ കേരളത്തിലെമ്പാടും 14 ജില്ലകളിലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്ന ഒരാളാണ്. തദ്ദേശ സ്വയംഭരണ, നിയമസഭ, പാർലമെന്റ് ഇലക്ഷനുകളിൽ പോകാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കേരളത്തിന് പുറത്തും തെരഞ്ഞെടുപ്പുകളും മറ്റ് സംവിധാനങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നി കൂത്തുപറമ്പിന് കുറേ കൂടെ വികസനം ഉണ്ടാവാനുണ്ട്. ഈ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ 10,000-ൽ ചോടെ വോട്ടിനാണ് KP മോഹനൻ വിജയിച്ചത് ഈ മണ്ഡലത്തിൽ നിന്ന്. അത് അട്ടിമറിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഇവിടുത്തെ ആളുകളുടെ ഹൃദയത്തിന്റെ ചിന്തകൾ, വിചാരങ്ങൾ എന്നിലേക്ക് വരുന്നു. ശരിക്കും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഉറപ്പായും ആത്മവിശ്വാസത്തിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ ആണെങ്കിലും ഒരു ഭരണമാറ്റമാണെങ്കിലും ആളുകൾ വല്ലാതെ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പൊതുവെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചർച്ച ഡീലിനെ പറ്റിയാണല്ലോ. മണ്ഡലത്തിൽ അങ്ങനെ എന്തെങ്കിലും ഡീലുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒരു ഡീലും വെച്ചിട്ടില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി എന്തെങ്കിലും ഡീൽ നടത്തി, മറ്റാരെങ്കിലും നടത്തി? ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ആ നിലയ്ക്കാണ് ഞാൻ ഇവിടെ മത്സരത്തിന് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പാനൂരാണ് താമസിക്കുന്നത്. ഡീലിൻ്റെ കാര്യം നമുക്കൊന്നും അഭിപ്രായം പറയാനില്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ അങ്ങനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പിന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഓരോരോ ആരോപണങ്ങളുമായി വരുന്നുണ്ടല്ലോ ഓരോ ദിവസമായി. ആരോപണങ്ങൾ അങ്ങനെ പലവരും ഉന്നയിക്കുന്നുണ്ടാവാം. ഞങ്ങൾ കൂത്തുപറമ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഒരു ഡീലും ഇല്ലാതെ തന്നെ നമ്മൾ ഇവിടുന്ന് ജയിച്ചു പോകും. നമ്മൾ ജയിക്കണം എന്ന് ഈ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഈ സ്വീകരണ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ തോന്നുന്നൊരു ഇപ്പം ഇപ്പോഴത്തെ തന്നെ ഒരുപാട് ചൂട് ടൈമാണല്ലോ. തെരഞ്ഞെടുപ്പ് ചൂട് പോലെ തന്നെ കാലാവസ്ഥയും ഭയങ്കര ചൂടിലാണ്. ഓരോ സ്ഥലത്തും എത്തുന്ന സമയത്ത് മണിക്കൂറുകളോളം ചിലപ്പോൾ അവർ കാത്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വീകരണ പരിപാടിയിലൊക്കെ തോന്നുന്ന ഫീൽ എങ്ങനെയാണ്? കടുത്ത ചൂടാണ്. കടുത്ത ചൂടെന്ന് പറഞ്ഞാൽ തീ കത്തും പോലെയാണ് വെയിൽ. 10 മണി മുതൽ തന്നെ അതുപോലെ വെയിലാണ്. എനിക്ക് തോന്നുന്നു സ്വീകരണ പരിപാടികളിൽ പക്ഷേ അതൊന്നും കാണാനില്ല. അവിടെ തെരഞ്ഞെടുപ്പ് ചൂട് മാത്രമേ ഉള്ളൂ. 3 മണിക്കൂറും 4 മണിക്കൂറും ആൾക്കാരെ കാത്തിരിക്കുകയാണ്. രാത്രി ശരിക്കും നമ്മൾ 7:30-ക്കാണ് സമാപിക്കേണ്ടത്. നമുക്ക് 9:30, 10 മണി, 10:30-ഒക്കെയാണ് നമ്മുടെ സമാപനം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അതെ 53 പോയിന്റ് ഒക്കെ തീരുമാനിച്ച് നമ്മൾ ഒരു ദിവസം ഇറങ്ങുകയാണ്. പക്ഷെ 80-82 പോയിന്റ് വരെ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നമ്മൾ പോകുന്ന വഴികളിൽ 50-100 ആളുകൾ കാത്തുനിന്ന് അവിടെ നിർബന്ധിതരാവുകയാണ് നമ്മൾ. അവരുടെ ആ എന്താ പറയുക വികാരത്തിന് അല്ലെങ്കിൽ അവരുടെ ആ ആവേശത്തിന് പുറത്ത് നമ്മൾ ഇറങ്ങി പോവുകയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ സംസാരിക്കുമ്പോഴേ ഉണ്ടായ ശബ്ദത്തിന്റെ പ്രശ്നമാണ്. ശരിയാണ്. ഏതായാലും ഈ ചൂടിന്റെ ഒരു ബാക്കി പത്രമായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ വെയില് വിയർപ്പ് ഒരു ചെറിയ പ്രശ്നമാണ്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇത്തവണ വനിതാ പ്രാതിനിധ്യം 2 വനിതാ പ്രാതിനിധ്യമാണ് ഉള്ളത്. അതിനൊരാളാണ് ജയന്തി രാജൻ. എങ്ങനെ കാണുന്നത്? മുസ്ലിം ലീഗ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതിന്റെ ഭാഗമാണ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു ജനറൽ കമ്മിറ്റിയിലേക്ക് ആദ്യമാണ് ഖായിദയും എല്ലത്തും ബാഫക്കി തങ്ങളും ഒക്കെ ഇരുന്ന ആ ദേശീയ കമ്മിറ്റിയിൽ ഒരു സ്ത്രീ വരിക എന്നുള്ളത് വലിയൊരു തീരുമാനമായിരുന്നു. അതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നും പ്രൊഫസർ ഫാത്തിമ മുസാഫറും ഒപ്പം കേരളത്തിൽ നിന്ന് ജയന്തി രാജനും അവിടെ എത്തിയത്. അതൊരു വലിയ അംഗീകാരമായി. തീർച്ചയായിട്ടും വലിയൊരു അംഗീകാരമാണ്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോഴത്തെ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പിന്നെ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഞാനൊപ്പം ചേർന്നതിന് ശേഷം ഞാൻ അങ്ങോട്ടുള്ള ആത്മാർത്ഥതയുടെ 100 ഇരട്ടി ആത്മാർത്ഥത എൻ്റെ അടുത്തും കാണിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമാണല്ലോ ഈ രാഹുൽ ഗാന്ധി കണ്ണൂരിൽ സംസാരിക്കാനൊക്കെ. എങ്ങനെയായിരുന്നു ആ ഒരു വൈബ്? അദ്ദേഹത്തിന്റെ വോട്ടറായിരുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ രണ്ട് തെരഞ്ഞെടുപ്പിലും UDF-ന്റെ വനിതാ UDF-ന്റെ ചെയർമാനായിരുന്നു ഞാൻ. തെരഞ്ഞെടുപ്പിൽ നയിച്ച ആളായിരുന്നു ഞാൻ. അദ്ദേഹത്തിന്റെ ഇപ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ കണ്ണൂരിൽ വന്ന് സംസാരിച്ചു. ഒരു വല്ലാത്ത ഫീലായിരുന്നോ? തീർച്ചയായിട്ടും. നമ്മൾ എന്താ പറയുക, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി രണ്ടുപേരും ഞങ്ങളുടെ മണ്ഡലത്തിലെ പാർലമെന്റ് അംഗങ്ങളായിരുന്നു. രാഹുൽജി ആണെങ്കിൽ 2 പ്രാവശ്യം നമ്മൾ ജയിപ്പിച്ച് അദ്ദേഹത്തെ നമ്മളോടൊപ്പം ചേരാൻ ആഗ്രഹിച്ച് നമ്മുടെ കൂടെ ചേരുന്ന ഒരു വൈവാണ് അദ്ദേഹത്തിന്. അങ്ങനെ നമ്മൾ വർക്ക് ചെയ്തതുകൊണ്ട് ആ ഒരു ആവേശവും സന്തോഷവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ ഞാൻ കൂത്തുപറമ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത്. ഈ സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്താൽ എങ്ങനെയാണ്? ആ ഭരണം ഗുണം ചെയ്യുമോ അതോ
ദോഷം ചെയ്യും? ഭരണവിരുദ്ധ വികാരമുണ്ട്. ആളുകളുടെ അഭിപ്രായം കുറെ പരസ്യം മാത്രമാണ്. പ്രോജക്റ്റുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിടത്ത് നിൽക്കുകയും അത് PR വർക്കുകളിലൂടെ പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കള്ളയടക്കം ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്, അവര് അത് ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്, അവര് അതിനുള്ള മറുപടി അവരിലൂടെ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. ഈ സർക്കാരിന് ഭരണവിരുദ്ധ വികാരം ജനങ്ങളുടെ അടുത്തുണ്ടെന്നാണ് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് കൂത്തുപറമ്പിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഈ LDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ പലതും യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഈ 5 വർഷം UDF ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റിയോ? തീർച്ചയായിട്ടും നമുക്കത് വോട്ടായിട്ട് മാറി ഭരണം പിടിച്ചെടുക്കാനുള്ള അല്ലാതെ ഞങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾക്കറിയാം. UDF ഉറപ്പായും ജയിക്കും. ഉറപ്പായും ജയിക്കും. അതിൽ ആത്മവിശ്വാസക്കുറവൊന്നുമില്ല. കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാവും. ശ്രീ ജയന്തി രാജനുണ്ടാവും. ജയന്തി രാജനും ഉണ്ടാവും. അതാണ് കുഴപ്പം. തീർച്ചയായിട്ടും. ഞാനിപ്പോ വയനാട്ടിൽ നിന്ന് വന്നു എന്ന് സാർ തന്നെ പറഞ്ഞല്ലോ. വയനാട്ടിൽ നിന്ന് വരുമ്പോൾ സാധാരണ ആളുകൾ പറയും വയനാട് പിന്നോക്ക ജില്ലയാണ്. പക്ഷെ ആ വയനാടിന്റെ ഒരു മാറ്റം ഇവിടെ ഞാൻ കണ്ടില്ല. അതുപോലെ എന്താ പറയുക, വയനാട്ടിലെ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ, എനിക്ക് തോന്നുന്നു ആ സൗഹൃദം, ആ കടുത്ത രാഷ്ട്രീയം, ആ വികാരമൊന്നും നമ്മുടെ കുട്ടികൾക്കിടയിലില്ല. എനിക്കുമില്ല. അവിടെ എല്ലാ രാഷ്ട്രീയ മത സാമൂഹിക സംഘടനകൾക്കിടയിലും സ്വീകാര്യമാണ്. അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ എല്ലാ ബന്ധുമിത്രാദികളെയും ഇവിടെ വിളിച്ച് അവർ പറയുന്നുമുണ്ട് ജയന്തി രാജന് വോട്ട് ചെയ്യണം, നമ്മുടെ ജയന്തിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഞങ്ങൾക്ക് ഒരുപാട് കളിക്കളങ്ങളുണ്ട്. ഞാൻ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കളിയിടങ്ങൾ വളരെ സൗഹൃദപരമാണ്. അവിടെ നമ്മുടെ പുതിയ തലമുറയുടെ ആരോഗ്യമുള്ളൊരു ഭാവിയുണ്ട്. അവിടെ നമ്മുടെ മക്കൾ പരസ്പരം സൗഹൃദത്തോടെ കളിച്ച് ചിരിച്ച് വളരുമ്പോൾ, കുഞ്ഞുങ്ങൾ തൊട്ടി യുവാക്കൾ അവരവിടെ എത്തുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക്. അതെ അതെ, സത്യേട്ടന്റെ നാട് കൂടിയാണല്ലോ. ആ നാടിന്റെ ഒരു പിന്തുടർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൊരു പിന്തുടർച്ച ഉണ്ടായാൽ നന്നായിരിക്കും. കളിക്കളങ്ങളില്ല. തീർച്ചയായിട്ടും. ആ കളിക്കളങ്ങൾ എന്ന് പറയുമ്പോൾ കളിയും ആരോഗ്യത്തിനും അപ്പുറത്ത് ഹൃദയത്തിന്റെ ഒരു സൗഹൃദം വളരും. അവിടെ ഇപ്പം ഞാനും സാറും തമ്മിലുള്ളൊരു സൗഹൃദ ബന്ധത്തിന്റെ ഒരു ബന്ധമുണ്ടല്ലോ, ഹൃദയബന്ധം. അവിടെ രാഷ്ട്രീയമില്ല, അവിടെ മതമില്ല, ജാതിയില്ല, അവിടെ സ്നേഹം എന്ന വികാരം മാത്രമേ ഉള്ളൂ. ആ വികാരം അവിടെ നിന്ന് ആരംഭിക്കുമ്പോൾ അത് വീടുകളും അത് സമൂഹത്തിലും അത് നാട്ടിലും അതിന്റെ ഓളങ്ങളുണ്ടാവും. അത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോ ലഹരി മരുന്നുകളുടെ ഉപയോഗമൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണ്. ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഇടങ്ങളിൽ വളരെ വളരെ വലിയ ഒരു എന്താ പറയാ റിലേഷന് നമുക്ക് രൂപം കൊടുക്കാൻ പറ്റും. അവിടെ ഒരു ബന്ധമുണ്ടാകും, അവിടെ ഒരു സ്നേഹമുണ്ടാകും, അവിടെ ഒരു എന്താ ഹൃദയത്തിന്റെ തുടിപ്പുണ്ട്, താളമുണ്ട്. അത് അവിടെ നിന്ന് കൈമാറി അങ്ങനെ പോകും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യാപ്തിയിലല്ല നിൽക്കുക. അത് അത്ര വലിയ ഒരു വ്യാപ്തി അതിനുണ്ട്. അതിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കളിക്കളങ്ങളൊക്കെ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ എനിക്ക് തോന്നി, ഞാൻ പിന്നെ മറ്റുള്ള ഇടങ്ങളിൽ കാണാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നല്ല കഫേകൾ, കൊടിയിരിക്കാൻ പറ്റുന്ന, ഒത്തുചേർന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട്, അങ്ങനെയുള്ള സ്പോട്ടുകളൊന്നും കണ്ടില്ല. കാരണം 2 തലമുറയും, ഇപ്പോൾ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടെങ്കിൽ അവിടെ കുട്ടികൾ കളിക്കുമ്പോൾ അതിനടുത്ത് ഒരു ചെറിയ കഫേ ഉണ്ടെങ്കിൽ അവിടെ 2 തലമുറയും തമ്മിൽ ഉള്ള ഒരു ബന്ധം വരും. അപ്പൊ ഈ പുതിയ തലമുറയും ആ പഴയ തലമുറയും തമ്മിലുള്ള പരസ്പരം അവർ ജീവിച്ച കാലഘട്ടത്തിന്റെ പൈതൃകങ്ങൾ കൈമാറാൻ പറ്റും. അതൊന്നും എനിക്കിവിടെ കാണാൻ സാധിച്ചില്ല. അത് ചിലപ്പം ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണോ എന്നുള്ളതറിയില്ല. പലപ്പോഴും നമ്മൾ കൗതുകത്തിൽ ചോദിക്കുന്നതാണ്. ഇപ്പം വയനാട് മറ്റൊരു ജില്ലയാണ്. ആ ജില്ലയിൽ കണ്ണൂരിലൊരു രാഷ്ട്രീയം, അല്ലെങ്കിൽ കണ്ണൂരിലൊരു സമയത്തെ അക്രമ രാഷ്ട്രീയം, ഇതിനൊക്കെ ദൂരെ നിന്നും വീക്ഷിക്കുന്ന ഒരാളായിരിക്കുമല്ലോ ജയന്തി രാജൻ. ഇപ്പോഴത്തെ സാഹചര്യം വളരെ മാറ്റമുണ്ടെങ്കിലും എന്താണ് ആ കാര്യങ്ങളെക്കുറിച്ച് ഇവിടത്തേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ തോന്നിയത്? കേട്ടറിവും കണ്ടറിവും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന്റെ ടൈമിൽ TV-യിൽ വന്ന വാർത്തയൊക്കെ അതെന്റെ മണ്ഡലത്തിലാണ്. അപ്പൊ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേട്ടുകൊണ്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നു എനിക്ക് തോന്നുന്നു ഞാൻ അറിഞ്ഞ മനുഷ്യരെല്ലാം നല്ല മനുഷ്യരാണ്. അവരൊക്കെ വളരെ നല്ല മനുഷ്യരാണ്. അപൂർവം ആളുകൾ കുറച്ചുപേര് ഭാഗത്ത് നിന്നുണ്ടാവുന്ന വാർത്തകളാണ് കൂത്തുപറമ്പ് ഒരു ഭീകരാന്തരീക്ഷമുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയി തീരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഭൂരിപക്ഷം ആളുകളും, ഞാൻ പരിചയപ്പെട്ട, ഞാൻ ഇടപെട്ട ആളുകളൊക്കെ നല്ല മനുഷ്യരാണ്.
ഏതായാലും മറ്റ് പിന്നെ ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പം നമ്മളെ മണ്ഡലത്തിലേക്ക് പുതിയ മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ചിലപ്പം കൗതുകം ഉണ്ടാവും. എങ്ങനെയാണ് കുടുംബമൊക്കെ എങ്ങനെയാണ്? കുടുംബം 2 കുട്ടികളാണ്. മോൻ എഞ്ചിനീയറാണ്, സോഫ്റ്റ്വെയർ. മോള് മെഡിക്കൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 6 മാസം കൂടെ. പിന്നെ ഹസ്ബൻഡ് ഒരു ബ്ലോക്ക് ഉണ്ടായി, സർജറി കഴിഞ്ഞ് ഒരു 2 മാസം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വരാത്തത്, റെസ്റ്റിലാണ്. അപ്പം വളരെ സ്ഥലം ശരിക്കും കറക്റ്റ് സ്ഥലം എവിടെയായിരുന്നു? പൂതാടി ഗ്രാമപഞ്ചായത്താണ് എൻ്റെ സ്ഥലം. അവിടെ അവിടുത്തെ ആളുകളുടെ വേരുകൾ ഇവിടെയുണ്ട്. നമ്മുടെ മോഹനേട്ടൻ്റെ ഒക്കെ അവരുടെ കുടുംബം, അവരുടെ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമാണ് നമ്മുടെ കുടുംബക്ഷേത്രമൊക്കെ. അങ്ങനെയുള്ള ബന്ധമൊക്കെ ശരിക്കും പറഞ്ഞാലുണ്ട്. ആ രീതിയിൽ ഈ നാടുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ ഇവിടെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൂത്തുപറമ്പിൽ നിന്നുള്ള ആളുകളാണ് ഞങ്ങളുടെ വയനാട് സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കൽപ്പറ്റ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാ ഉടമസ്ഥരും ഈ നാട്ടുകാരാണ്. ആയിരക്കണക്കിന് വോട്ട് ഓരോ മണ്ഡലത്തിലും ഉണ്ട്. അപ്പൊ ശരിക്കും ഓരോ പ്രദേശത്തെ ഈ മണ്ഡലത്തെ പഠിച്ചു ശരിക്കും പഠിച്ചു. ഇവിടെ വേണ്ടത് എന്തൊക്കെയാണെന്ന് പഠിക്കണമല്ലോ. ഞാൻ ഇവിടെ നിൽക്കാൻ വന്നതാ, അതുകൊണ്ട് പഠിച്ചു. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോരായ്മകളും പരിഹരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഗ്രാമികയുടെ പ്രേക്ഷകരോട് വളരെ ചുരുങ്ങിയ വാക്കിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കൂത്തുപറമ്പിന് വേണ്ടി, കൂത്തുപറമ്പിന്റെ ഹൃദയതാളങ്ങൾക്കൊപ്പം കൂത്തുപറമ്പിന് ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു ഭരണമാറ്റം, മുന്നണി മാറ്റം, ജനാധിപത്യ മാറ്റം, കൂത്തുപറമ്പിന്റെ സമാധാനത്തിന് വേണ്ടി, കൂത്തുപറമ്പിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, കൂത്തുപറമ്പിലെ എൻ്റെ കുഞ്ഞുമക്കളോട്, എൻ്റെ യുവാക്കളോട് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി എന്നോടൊപ്പം നിൽക്കണം. നിങ്ങൾക്ക് കരുത്തും കാവലുമാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഏതായാലും പിന്നെ ഇത്രയും സമയം ഈ തിരക്കിനടക്കം നമുക്ക് ഗ്രാമികയുടെ ചാനലിന് അനുവദിച്ചതിന് വളരെ നന്ദി. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ സാർ, താങ്ക് യു. ജനസമക്ഷത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.